ശ്രീ ഷാബു പ്രസാദ്, തെറ്റ് തിരുത്തി മുന്നോട്ടു പോകും, തിരുത്തൽ അനിവാര്യം, ഇതൊക്കെയായിരുന്നു സംഘടനാ സമ്മേളനം തുടങ്ങിയ ആദ്യ ദിവസങ്ങളിലെ പരാമർശങ്ങൾ. പക്ഷേ അവസാന ദിവസം ഏതെങ്കിലും രീതിയിലുള്ള തെറ്റ് തിരുത്തിയോ പാർട്ടി എന്നുള്ളതാണ്. ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതും ഇത് രണ്ടും മനുഷ്യരാശി കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു തെറ്റും നുണയുമാണ്. അതുകൊണ്ട് തെറ്റിനെ തിരുത്തുന്നു എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു അടിസ്ഥാനവുമില്ല. കാര്യം ആ പാർട്ടി എന്ന് പറയുന്നതും ആ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നതും ഒരു വലിയ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് അത് വിടൂ, അതിനെപ്പറ്റി നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല. കാര്യം അത് ഈ പറഞ്ഞ കാര്യം അവരുടെ ചരിത്രത്തിലുടനീളം നമ്മൾ പരിശോധിച്ചാൽ കാണാം. എന്നും ഇവർ ഭയപ്പെടുത്തിയും മാത്രമാണ് ഇവർ നിലനിന്നിട്ടുള്ളത്. ഇവിടെ പണ്ട് സോവിയറ്റ് യൂണിയന്റെ ഒക്കെ ആയ കാലത്ത് ഇപ്പൊ എം ടി വാസുദേവൻ നായർക്ക് അത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അവിടെ സോവിയറ്റ് യൂണിയനിൽ പോയ ആ കാലത്തിനെ പറ്റി. അവർക്ക് എല്ലാവരെയും ഭയമാണ്. അവർക്ക് അമേരിക്കയെ ഭയമാണ്, അവർക്ക് ചൈനയെ ഭയമാണ്, ലോകത്തിൽ വരുന്നവരെ മുഴുവനും സംശയമാണ്, ചുറ്റും ഉള്ളതിനെ മുഴുവനും അവർക്ക് പേടിയാണ്, സംശയമാണ്. ഇങ്ങനെയാണ് ഈ പാർട്ടി മുമ്പോട്ട് പോയിട്ടുള്ളത്. അതും അവരുടെ ഏറ്റവും അതിശക്തമായ കാലത്ത് പോലും അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇവരുടെ ഈ ഇന്റേണൽ ജനാധിപത്യത്തിനെ പറ്റി ഇവർ ഒരുപാട് വാചാലരാവാറുണ്ട്. കാര്യം സ്വയം വിമർശനം നടത്തുന്നു, പാർട്ടിക്കുള്ളിൽ അവർക്ക് നേതാക്കന്മാരെ വരെ എത്ര വേണമെങ്കിൽ വിമർശിക്കാനുള്ള അവസരം കൊടുക്കുന്നു. അത് മറ്റേതെങ്കിലും പാർട്ടിക്കകത്തുണ്ടോ? ഇതൊക്കെ അവർ പറയുന്ന കാര്യമാണ്. ഇതിൻ്റെ അകത്ത് ചില അർദ്ധസത്യങ്ങൾ ഉണ്ട് എന്നുള്ളതും വാസ്തവമാണ്. അതായത് 3 വർഷം കൂടി ഇരിക്കുമ്പോൾ നടക്കുന്ന പാർട്ടി സമ്മേളനങ്ങൾ, ആ പാർട്ടി പ്രതിനിധികൾക്ക് അവർക്ക് എന്തും പറയാം. അവർക്ക് നേതാക്കന്മാരെ പിണറായിയെ വിമർശിക്കാം, ആരെയും അവർക്ക് വിമർശിക്കാം. അത് വലിയ കാര്യമായിട്ടാണ് ഇവർ പറയുന്നത്. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇത്രയും കാലം പാർട്ടിക്കുള്ളിൽ ഇവരുടെ പാർട്ടി പ്രവർത്തകരിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്ന അമർഷം ഒന്ന് പുറത്തു വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി വാൽവായിട്ട് മാത്രമാണ് ഇത് നടക്കുന്നത്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഈ 3 വർഷത്തിൽ ഈ ഒരു സമയത്തല്ലാതെ അവർക്ക് മിണ്ടാൻ പോലും പറ്റില്ല. അവർ മിണ്ടി അവർക്കൊരു സംതൃപ്തി, അവർക്കൊരു അതിൻ്റെതായ ഒരു തൃപ്തി ലഭിച്ചു. ഞങ്ങളുടെ പാർട്ടി വലിയ സംഭവമാണെന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചു. അതവിടെ കഴിയുകയും ചെയ്തു. പക്ഷേ തീരുമാനങ്ങൾ എടുക്കുന്നതും സംഭവം നടക്കുന്നതുമൊക്കെ പാർട്ടിയിലെ ചില ഉന്നത ബുദ്ധിജീവികളുടെ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അപ്രമാദിത്വമുള്ള ചില നേതാക്കന്മാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തന്നെ ആയിരിക്കുകയും ചെയ്യും. അത് തന്നെയാണ് ഇപ്പോഴത്തെ ഈ കൊല്ല സമ്മേളനം കഴിയുമ്പോഴും നാം കാണുന്നത്. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഒന്നും അത്ഭുതമാണ്. ഈ പാർട്ടി എന്നും ഇങ്ങനെ തന്നെയായിരുന്നു. എന്നും ഈ പാർട്ടി ഇങ്ങനെയാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ തെറ്റുതിരുത്തും എന്ന് പറയുന്നു. എന്നിട്ട് 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പ് അന്ന് ചെയ്തത് അന്ന് എതിർത്തിരുന്നത് അതേപടി ഇപ്പോൾ സ്വീകരിക്കുന്നു. മാറ്റത്തിന് മാത്രമേ മാറ്റമില്ലാതുള്ളൂ, കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന പുരോഗമന പ്രസ്ഥാനം എന്നൊക്കെ പറയുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ പാർട്ടി ഇന്ത്യയിലെന്നല്ല ലോകത്തെല്ലായിടത്തും പോകുന്നത്. ആലോചിച്ച് നോക്കൂ. 1921 പാർട്ടി തുടങ്ങിയെന്ന് ഒരു പാർട്ടി പറയുന്നു, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നു. അല്ല 25 പാർട്ടി തുടങ്ങിയെന്ന് വേറൊരു പാർട്ടി പറയുന്നു. എന്താണെങ്കിലും അവർക്ക് തന്നെ വിവരണമൊന്നുമില്ല ഇവരെന്നാണ് ജനിച്ചത് എന്നുള്ള കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ആദ്യത്തെ ഈ പാർട്ടി തുടങ്ങിയപ്പോഴത്തെ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളുടെ ഒരു ചിത്രമെങ്കിലും ഇവരുടെ ഏതെങ്കിലും പാർട്ടി ഓഫീസിലോ പാർട്ടി സമ്മേളനങ്ങളിലോ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവനി മുഖർജിയുടെയോ ഇവരുടെ അങ്ങനെയുള്ള ആ പാർട്ടിയുടെ ആദ്യകാല നേതാക്കന്മാരുടെ ഒരു ചിത്രം കണ്ടാൽ തിരിച്ചറിയാൻ പോലും ഇവർക്ക് കഴിയും. ഇവർക്ക് തന്നെ ധാരണയില്ല. സ്വന്തം പാർട്ടി സ്ഥാപക നേതാക്കന്മാരുടെ ചിത്രം പാർട്ടി പരിപാടികളിൽ വെക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനത്തിന്റെ ജീർണത എന്ന് പറയുന്നത്, അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എത്രത്തോളം ദയനീയമാണത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു 100% പരാജയപ്പെട്ട പ്രസ്ഥാനമാണ്.